എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂൺ 17-ാം തീയതി, അതായത് നാളെ വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇതുവരെ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതും ഇനി വരാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന സെക്കൻഡ് അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിന്ന് നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയും അതുപോലെ തന്നെ പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങളെ അപേക്ഷ എഡിറ്റ് ചെയ്ത് പുതിയ അപേക്ഷ നൽകാൻ സാധിക്കാതെ വരികയും പിന്നീട് സ്പോട്ട് അഡ്മിഷനിൽ മാത്രമേ അവസരം ഉണ്ടായിരിക്കുകയും ചെയ്യുകയുള്ളൂ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് സ്കൂളിൽ അഡ്മിഷനായിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോൺ ജോയിൻറ്റ് കാറ്റഗറി എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പുതുതായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള ലിങ്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതല്ല. ഇനി അതേസമയം നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങൾ സ്കൂളിൽ പോയി സ്കൂളിൽ നിന്ന് നിങ്ങളോട് അടുത്ത പ്രിൻസിപ്പാൾ പറഞ്ഞു നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ സ്കൂളിൽ നിന്ന് തരാത്തത് കാരണം തന്നെ നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ ആപ്ലിക്കേഷനിൽ, അതായത് അവരുടെ സ്കൂൾ ലോഗിൻ വഴി രേഖപ്പെടുത്തുകയും അതിനാൽ തന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് തിരുത്തുകയും എന്നിട്ട് പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ച് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കാനായിട്ട് പോവുക. അതുപോലെ അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ കൂടി സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് തെറ്റ് തിരുത്തി സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമാണ്, അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഞാൻ ടെമ്പററി അഡ്മിഷനാണ് എടുത്തത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുമോ? അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് അവിടെ ടെമ്പററി ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം പറയാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഒരു 10 ഓപ്ഷൻസ് ഞാനിവിടെ ഓപ്ഷൻസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ 10 ഓപ്ഷൻ കൊടുത്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള 6 മുതൽ 7 വരെയുള്ള എല്ലാ ഓപ്ഷനും, നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും റിമൂവ് ആയി പോകും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടി, ബാക്കിയുള്ളത് 1, 2, 3 ഓപ്ഷനുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യം 1ാമത്തെ ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്ന സ്കൂൾ കോഴ്സിലാണ് പഠിക്കാൻ താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, സ്കൂളിൽ പോയിട്ട് ഞാൻ ടെമ്പററി അഡ്മിഷനാണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ടെമ്പററി അഡ്മിഷൻ എടുത്തതുകൊണ്ട് തന്നെ എനിക്കവിടെ ആ ഒരു സീറ്റ് അവിടെ താൽക്കാലികമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു. അതായത് എൻ്റെ ഈ ഒരു ഹയർ ഓപ്ഷൻ, അതായത് ബാക്കിയുള്ള എൻ്റെ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഞാൻ എന്ത് ചെയ്തു, അതേപോലെ തന്നെ നിലനിർത്തി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് അത് ഞാൻ അവിടെ ആ ഒരു രീതിയിൽ ആ ഒരു ഓപ്ഷൻ അവിടെ നിലനിർത്തി ഡിലീറ്റ് ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ഇതിൽ ഏതെങ്കിലും ഓപ്ഷനൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റൊക്കെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എൻ്റെ ആ ഒരു ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 1, 2, 3, 4 ഓപ്ഷനുകളാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് എവിടെയും മാറ്റമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്കിവിടെ കിട്ടിയ ഞാനിവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്ത സീറ്റ് പോകുമോ എന്ന് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല, നിങ്ങളിവിടെ ടെമ്പററി അഡ്മിഷനാണ് എടുത്തത്, അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റ് അവിടെ തന്നെ നിലനിൽക്കും, അത് പോകുന്നതല്ല. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്ത സീറ്റിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ഫീസ് അടിച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ടെമ്പററി ആയിട്ട് തുടരാം എന്നുള്ള രീതിയിൽ സർക്കുലർ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് തുടരാൻ പറ്റും. ഇനി അതേസമയം ഈ ഒരു മുഖ്യഘട്ടത്തിൽ സാധാരണത്തിൽ 3 അലോട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ 2 അലോട്ട്മെൻറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്ത സീറ്റാണെങ്കിൽ കൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരികയുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്കിപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത ആ ഒരു സീറ്റ് മാറി എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി, അതായത് 1ാമത്തെ ഓപ്ഷൻ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ എനിക്കിവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്ത സീറ്റാണ്, എന്നാൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ എല്ലാവിധ ഓപ്ഷനും ഡിലീറ്റ് ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീടുള്ള അഡ്മിഷൻ ആ ഒരു അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന 1ാമത്തെ ഓപ്ഷനാണ് എൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയ ആ ഒരു സീറ്റ്, അവിടെ ഞാൻ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ എനിക്ക് ആ ഒരു സീറ്റ് വേണ്ട, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുത്ത സീറ്റ് മതി. അപ്പോൾ അങ്ങനെ
മാറാൻ പറ്റുമോ എന്നുള്ളത്, അതായത് അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. കാരണം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സീറ്റോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത സീറ്റ്, അതായത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് 5ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ആ ഒരു സീറ്റിൽ ഞാൻ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ എടുത്തു. എന്നാൽ ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഒന്നും ഞാൻ റിമൂവ് ചെയ്യാതെ അതേപോലെ തന്നെ നിലനിർത്തി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും റിമൂവ് ആയി പോകുന്നതുകൊണ്ട് തന്നെ പുതുതായിട്ട് കിട്ടിയ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് ഞാൻ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. എന്നിട്ട് അത് വാങ്ങി പുതിയ സ്കൂളിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതേസമയം സെയിം സ്കൂളിൽ തന്നെയാണ് എനിക്ക് ആ ഒരു കോഴ്സ് മാറിയിട്ടുള്ളതെങ്കിൽ ആ ഒരു സ്കൂളിൽ പോവുക, ഡോക്യുമെൻറ്റ്സ് വാങ്ങുക, പുതുതായിട്ട് ഏത് കോഴ്സ് കോമ്പിനേഷനിലാണോ കിട്ടിയത് ആ ഒരു കോഴ്സ് വിഭാഗത്തിൽ ഞാൻ പുതുതായിട്ട് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനോ ടെമ്പററി അഡ്മിഷനോ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് 1ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും മറ്റേതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ എനിക്ക് ടെമ്പററി അഡ്മിഷനും എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതേസമയം എനിക്ക് വേറെ ഏതെങ്കിലും സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്ന 5ാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്ന ആ ഒരു സ്കൂളിൽ ഞാൻ പോയിട്ട് എനിക്ക് ഇന്ന സ്കൂളിലാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്നും ഓൾറെഡി നിങ്ങൾക്ക് മറ്റ് സ്കൂളിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ സ്കൂളുകൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ സ്കൂൾ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അത് ഏത് സ്കൂളിലാണ് കിട്ടിയത് നോക്കും. വേറെ സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു തരും. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് എടുത്തുകൊണ്ട് പുതുതായിട്ട് നിങ്ങൾക്ക് കിട്ടിയ സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോവുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് വേണമെങ്കിൽ പോയിട്ട് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കി മാറ്റാവുന്നതാണ്. ഇനി ആ ഒരു സീറ്റ് ടെമ്പററി ആയിട്ട് തന്നെ തുടരണം എന്നുള്ളവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും. കാരണം പുതുതായിട്ട് മറ്റൊരു ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും റിമൂവ് ആയി പോകുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റിൽ കിട്ടിയ സീറ്റ് കൂടി അവിടെ പോകും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും 2ാമത്തെയോ മറ്റേതെങ്കിലും ഓപ്ഷൻ ആണ് കിട്ടിയതെങ്കിൽ ടെമ്പററി അഡ്മിഷനും നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയത്തിൻ്റെ ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീണ്ടും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.